നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്മസ് ദിനാശംസകൾ. പ്രധാന വാർത്തകൾ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. രക്ഷകന്റെ തിരുപ്പിറവി ആഘോഷിച്ച് വിശ്വാസികൾ. KSRTC കമ്പനിയാവുന്നു. ആസ്തി ബാധ്യതകൾ കണക്കാക്കി 3 തിരിക്കാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവുമായി ഒരു ക്രിസ്മസ് കൂടി കടന്നുപോകുന്നു. മനുഷ്യന് സന്തോഷവും സമാധാനവും ആശംസിച്ച് വീണ്ടും ഒരു ക്രിസ്മസ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭാഗീയത വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ക്രിസ്മസ് സന്ദേശത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു. ലോകമെമ്പാടും പലതരത്തിലും രീതിയിലും ക്രിസ്മസ് ആഘോഷങ്ങൾ കൊണ്ടാടുകയാണ്. ക്രിസ്മസ് കരോളുകൾ, ക്രിസ്മസ് ഫീസ്റ്റ്, കരിമരുന്ന് പ്രയോഗങ്ങൾ, പുൽക്കൂടുകൾ തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവത്തിന് ലോകം സാക്ഷിയായി. വൈരുദ്ധ്യത്തിലെ ഏകത്വം ഇന്ത്യൻ സാംസ്കാരികതയെ പോലെ തന്നെ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളവും അന്വർത്ഥമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ജീവിക്കുകയും പല ഭാഷകൾ സംസാരിക്കുകയും പല സംസ്കാരങ്ങൾ പുലർത്തുകയും ചെയ്യുന്ന കോടിക്കണക്കിനായ ജനങ്ങൾ പല രീതിയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെങ്കിലും എല്ലാത്തിന്റെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്: ക്രിസ്തുവിനെ അനുസ്മരിക്കുക എന്നത് മാത്രം. ദൈവത്തിന് മഹത്വം പാടാൻ കഴിയണമെങ്കിൽ വിഭാഗീയതകൾ ഒഴിവാക്കണം. പരസ്പരം ശുശ്രൂഷിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും സാധിക്കണം. മദ്യപാനവും ധൂർത്തും ക്രിസ്മസ് ആഘോഷങ്ങളല്ല, അവഹേളനങ്ങളാണ്. സ്വന്തം സഹോദരനായി കണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ക്രിസ്തുവിന്റെ ജനനം നമ്മെ സംബന്ധിച്ചിടത്തോളം അർത്ഥപൂർണമാവുകയുള്ളൂ. മനുഷ്യൻ സ്നേഹമായി മാറുകയുള്ളൂ യേശുവിലൂടെ. സംസ്ഥാനത്താകമാനം ഉയർന്ന എതിർപ്പ് അവഗണിച്ച് KSRTCയെ കമ്പനിവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി റിസർച്ച് കൺസൾട്ടന്റിനെ നിയമിച്ചു. പുനരുദ്ധാരണ പാക്കേജ് നടപ്പിലാക്കുന്നതിന് മാനേജ്മെന്റിനെ സഹായിക്കാനാണ് നിയമനമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. KSRTCയുടെ ആസ്തി ബാധ്യതകൾ കണക്കാക്കി ആസൂത്രണ ബോർഡ് നിർദ്ദേശിച്ച നടപടികൾ നടപ്പിൽ വരുത്തുന്നതിനാണ് നിയമനം. KSRTCയെ സ്വയംഭരണാധികാരവും സ്വന്തം മാനേജ്മെന്റുമുള്ള 3 കമ്പനിയാക്കി വിഭജിച്ച ശേഷം സ്വകാര്യവൽക്കരണം വേഗത്തിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങളിലായാണ് കമ്പനികൾ രൂപീകരിക്കുക. ജീവനക്കാരെക്കുറിച്ചോ അവരുടെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ചോ കമ്പനിവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആസൂത്രണ ബോർഡ് ഇറക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നില്ല. പെൻഷൻ ഒരു അവകാശമാണ്. സർക്കാർ തീരുമാനങ്ങൾക്കനുസരിച്ച് മാറ്റാവുന്നതല്ല. ഈ അവകാശം മാറ്റിവെക്കപ്പെട്ട വേതനം തന്നെയാണ്. അത് തൊഴിലുടമയുടെ സൗജന്യമോ ഔദാര്യമോ അല്ല എന്നതാണ് പരമോന്നത നീതിപീഠത്തിന്റെ വിധി. ഈ വിധി നിലനിൽക്കുമ്പോൾ തന്നെ പെൻഷൻ അവകാശമല്ല, ഔദാര്യമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് നിക്ഷിപ്ത താൽപര്യക്കാർ നടത്തുന്നത്. ഭരണാധികാരി വർഗമാകട്ടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ സിംഹഭാഗവും പെൻഷന് വേണ്ടി ചിലവഴിക്കുന്നുവെന്ന സ്ഥിരം പല്ലവി പാടുന്നു. പെൻഷനും ഗ്രാറ്റുവിറ്റിയും ജീവനക്കാർക്ക് ആദ്യമായി നൽകി മാതൃക കാണിച്ച കേരളം ഇന്ന് പെൻഷൻകാരോട് നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കുറവ് പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് കേരളത്തിലാണ്. കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാനങ്ങളും പ്രായാധിക്യം പരിഗണിച്ച് അനുവദിച്ച അധിക പെൻഷൻ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. 80 വയസ്സുള്ള പെൻഷനർക്ക് 25% വർധനയിൽ തുടങ്ങി ഓരോ 5 വർഷവും 10% വർധനയാണ് കേന്ദ്രവും ഇതര സംസ്ഥാന സർക്കാരുകളും പ്രായാധിക്യ പെൻഷനായി നൽകുന്നത്. മെഡിക്കൽ അലവൻസ് മറ്റു സംസ്ഥാനങ്ങളിൽ 500 രൂപയായിരിക്കെ കേരളത്തിൽ മാത്രം അത് 300 രൂപയായി പരിമിതപ്പെടുത്തി. പുതുതായി ആരംഭിച്ച പങ്കാളിത്ത പെൻഷൻകാരുടെ കാര്യമാണ് ഏറെ സങ്കടകരം. PFRDA ബിൽ പാർലമെന്റിൽ പാസാക്കുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് നടപ്പാക്കിയ ഈ പെൻഷൻ പദ്ധതി എങ്ങുമെങ്ങും എത്താതെ നിൽക്കുന്നു. ജീവനക്കാർക്ക് ശമ്പളത്തിൽ നിന്ന് അവരുടെ വിഹിതം പിടിക്കുന്ന സർക്കാരിന്റെ വിഹിതം അടയ്ക്കുന്നതേയില്ല. ഭാവിയിൽ ഇത് പെൻഷൻ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലെത്തുമെന്ന് ഉറപ്പ്. ആലപ്പുഴ SDV സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന കാർഷിക വ്യാവസായിക പ്രദർശനത്തിന്റെ ഭാഗമായി ഡിസംബർ 26 രാവിലെ 10:30 സാന്ത്വന പരിചരണം എന്തിന് എന്ന വിഷയത്തിൽ ആരോഗ്യ സെമിനാർ നടക്കും. KM നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം യുവജനങ്ങൾക്കായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡന്റ് എന്നീ ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു.
നിശ്ചിത യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം തിരുവനന്തപുരം വികാസ് ഭവനിലുള്ള ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറുടെ ഓഫീസിൽ ഡിസംബർ 30 ഉച്ചയ്ക്ക് 1:30 ഹാജരാകണം. യാത്രാബത്ത ലഭിക്കില്ല. വേമ്പനാട്ട് കായലിൽ ഉപ്പിന്റെ അംശം കൂടിയതിനാൽ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടിയന്തരമായി അടയ്ക്കാൻ ജില്ലാ കളക്ടർ എൻ പത്മകുമാർ ഇറിഗേഷൻ മെക്കാനിക്കൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ജലത്തിലെ ഉപ്പിന്റെ അളവ് നെൽകൃഷിയെ ദോഷകരമായി ബാധിക്കാതിരിക്കാനാണിത്. കായൽ ഭാഗത്തെ ജലത്തിൽ ഉപ്പിന്റെ അളവ് 1 സെന്റിമീറ്ററിൽ 2.8 മില്ലിമോസും കടലിനോട് ചേർന്ന ഭാഗത്ത് 3 മില്ലിമോസും ആയെന്നുള്ള പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ലവണാംശം നിശ്ചിത പരിധി കഴിയുമ്പോൾ ബണ്ട് അടയ്ക്കാൻ ഡിസംബർ 10 കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല യോഗം തീരുമാനിച്ചിരുന്നു. ഷട്ടറുകൾ അടച്ചാൽ ഓരുമുട്ടുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്തുകൾ നടപടി സ്വീകരിക്കണം. ജില്ലാതല വിജിലൻസ് കമ്മിറ്റി ഡിസംബർ 27 രാവിലെ 11 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരുമെന്നും എല്ലാ ജില്ലാതല ഓഫീസ് മേധാവികളും പങ്കെടുക്കണമെന്നും കമ്മിറ്റി അധ്യക്ഷനായ കളക്ടർ എൻ പത്മകുമാർ അറിയിച്ചു. പരാതിക്ക് വിധേയമായ എല്ലാ ഓഫീസുകളുടെയും മേധാവികളും പരാതിക്കാരും കമ്മിറ്റിയുടെ കഴിഞ്ഞ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ സാമൂഹിക, രാഷ്ട്രീയ, കലാ, കായിക, മനുഷ്യാവകാശ സംഘടനകളുടെയും മുഖ്യ ഭാരവാഹിയും യോഗത്തിൽ പങ്കെടുക്കണം. ആലപ്പുഴ കാർഷിക വ്യവസായിക പ്രദർശനത്തോടനുബന്ധിച്ച് പെറ്റ് ഷോ സംഘടിപ്പിച്ചു. ആലപ്പുഴയിൽ നടന്ന പ്രദർശനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നായ്ക്കുട്ടികൾ അണിനിരന്നു. മുഖ്യമന്ത്രിയുടെ 2ാം ഘട്ട ജനസമ്പർക്ക പരിപാടിയുടെ തുടർ നടപടിയുമായി ബന്ധപ്പെട്ട യോഗം 26 ഉച്ചകഴിഞ്ഞ് 3:30 പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. ബന്ധപ്പെട്ട എല്ലാ ജില്ലാതല ഉദ്യോഗസ്ഥരും പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ട ജില്ലാ വികസന സമിതി യോഗം ഡിസംബർ 28 രാവിലെ 11 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. രാവിലെ 10:30 ചേരുന്ന പ്രീ DDC യോഗത്തിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കണം. ശബരിമല മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനം യോഗം അവലോകനം ചെയ്യും. അധ്യക്ഷന്റെ മുൻകൂട്ടിയുള്ള അനുമതി കൂടാതെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാനോ പകരം പ്രതിനിധികളെ അയക്കാനോ പാടില്ല. അമിത ലാഭേച്ഛ മൂലം ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന സംഘടിത മാഫിയകളെ നിയന്ത്രിക്കുന്നതിന് ചെറിയ ചൂഷണങ്ങൾക്കെതിരെ പോലും
പ്രതികരിച്ചാലേ സാധിക്കൂവെന്നും ഇതിനായി ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുകയാണ് ഉപഭോക്തൃ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ പറഞ്ഞു. ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ട മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന ഉപഭോക്തൃ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മായം കലർന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അറിവുള്ളവർ പോലും പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുതാര്യ കേരളം ജില്ലാതല നിരീക്ഷണ സമിതി യോഗം 26 ഉച്ചകഴിഞ്ഞ് 3 പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് ജില്ലാ കളക്ടർ പ്രണവ് ജ്യോതിനാഥ് അറിയിച്ചു. പരാതികൾ അവശേഷിക്കുന്ന ബന്ധപ്പെട്ട ഓഫീസുകളിലെ പ്രതിനിധികൾ പങ്കെടുക്കണം. പട്ടികവർഗ വികസനത്തിനായുള്ള പത്തനംതിട്ട ജില്ലാതല വർക്കിംഗ് ഗ്രൂപ്പിന്റെ യോഗം ജനുവരി 1 രാവിലെ 10:30 ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേരും. ചങ്ങനാശ്ശേരി പൊടിപ്പാറ ഹോളി ഫാമിലി പള്ളിയിലെ പുൽക്കൂട് കാഴ്ചക്കാർക്ക് കൗതുകമായി. ഒരു മാസമായി 30-ൽ പരം യുവജനങ്ങളുടെ പ്രയത്നമാണ് ഈ പുൽക്കൂട്. ഫാദർ ജോസ് മുകളേൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കിടങ്ങറ പമ്പയാറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 35 വയസ്സിന് താഴെ പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹമാണ് കിടങ്ങറ പാലത്തിന് വടക്കുവശം പമ്പയാറ്റിൽ കണ്ടെത്തിയത്. വിവസ്ത്രനാണ്, മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. രാമങ്കരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വൈശ്യഭാഗം NSS വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശതാലപ്പൊലി നടന്നു. മുൻ വർഷങ്ങളിലേക്കാൾ ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഇത്തവണ ദേശതാലപ്പൊലി നടന്നത്. നിരവധി സ്ത്രീജനങ്ങൾ ദേശതാലപ്പൊലിയിൽ അണിനിരന്നു. വൈശ്യഭാഗം പുളിക്കക്കാവ് കാണിക്ക മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച താലപ്പൊലി പുളിക്കക്കാവ് ദേവീക്ഷേത്രത്തിൽ രാത്രി 10 എത്തിച്ചേർന്നു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി ഡിസംബർ 31 അവസാനിക്കും. ബോർഡിന്റെ വിവിധ വായ്പ, ഹയർ പർച്ചേസ് പദ്ധതികളിലെ കുടിശ്ശികക്കാരായ ഗുണഭോക്താക്കൾക്ക് ഈ പദ്ധതി പ്രകാരം പിഴപ്പലിശ പൂർണ്ണമായും മുടക്കപ്പലിശ 50 മുതൽ 70% വരെയും ഇളവ് ലഭിക്കും. ജപ്തി, റവന്യൂ റിക്കവറി നടപടികളിൽ ഇരിക്കുന്ന കേസുകളിലും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അനുവദിക്കും. ചമ്പക്കുളം ഗാഗുൽത്ത ആശ്രമ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് വാർഷിക ധ്യാനം ജനുവരി 2 മുതൽ 5 വരെ നടക്കും. ധ്യാനം ഫാദർ ഷാജി തുമ്പീച്ചിറയിൽ നയിക്കും. ചരമവാർത്തകൾ. കണ്ടങ്കരി പൂന്നിച്ചിറ വീട്ടിൽ ത്രേസ്യാമ ദേവസ്യ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 3 ചമ്പക്കുളം കല്ലൂർക്കാട് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ. കുട്ടമംഗലം തയ്യിൽ വീട്ടിൽ കമലമ്മ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 8 വീട്ടുവളപ്പിൽ. കാവാലം കുന്നുമ്മ അറക്കൽ പുത്തൻപുരയിൽ PC ജോയി നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകൾ വീണ്ടും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. രക്ഷകന്റെ തിരുപ്പിറവി ആഘോഷിച്ച് വിശ്വാസികൾ. KSRTC കമ്പനിയാവുന്നു. ആസ്തി ബാധ്യതകൾ കണക്കാക്കി 3 തിരിക്കാൻ തീരുമാനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.